എല്ലാവർക്കും നമസ്കാരം. ഒരു കേട്ടറ്റ് പരീക്ഷ കൂടി കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ 22-23 തീയതികളിലായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷ നടന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ കുറേ പേർക്കൊക്കെ സന്തോഷം ഉണ്ടാവും, കുറേ പേർക്കൊക്കെ സങ്കടം ഉണ്ടാവും. എല്ലാ പരീക്ഷകൾ എഴുതുമ്പോഴും നമുക്കൊക്കെ അങ്ങനെയാണ് അല്ലേ? ചിലർക്ക് പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലർക്ക് വിചാരിച്ചതിലധികം പെർഫോം ചെയ്യാൻ പറ്റി, അതിൻ്റെ സന്തോഷം ഉണ്ടാവും. പാസ് മാർക്കിനടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പാസ് മാർക്കിലും കൂടുതലുണ്ട്, അപ്പോൾ ഏകദേശം പാസ്സാകുമെന്ന് ധാരണയുള്ളവർ, അങ്ങനെ കുറച്ച് ആൾക്കാർ സന്തോഷത്തോടെയും കുറച്ച് ആൾക്കാർ കുറച്ച് ദുഃഖത്തോടെയും കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ദുഃഖത്തിലിരിക്കുന്നവരോട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ കാര്യമാണ്. കാറ്റഗറി 2 സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ 2023 ഡിസംബറിൽ നടന്ന പരീക്ഷയും 2024 ജൂണിൽ നടന്ന പരീക്ഷയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ സയൻസിൻ്റെ 60 ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിരുന്നു. നിങ്ങൾ ഒരു 4-5 പ്രാവശ്യത്തെ ഇതിനു മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് എവിടെയും ചോദിച്ചത് ഈ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ചത്. വളരെ എളുപ്പമായിരുന്നു. ഈ ഒരു 60 മാർക്കിൽ നമുക്ക് 45-നും 50-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങാൻ വളരെ ഈസിയാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഴപ്പിക്കുന്ന ഒരൊറ്റ ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ചില ചോദ്യങ്ങളാണ് എങ്കിൽ നമ്മൾ ഫൈനൽ ടച്ച് പോലെയുള്ള പരിപാടികളിലൊക്കെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ സോഷ്യൽ സയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ സയൻസ് 60 മാർക്കും വളരെ ഈസി ആയിരുന്നു. എന്നാൽ പൊതുവേ നമ്മൾ ഓവറോൾ എക്സാം എടുക്കുമ്പോൾ മലയാളത്തിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയവരുണ്ടാകാം, അതുപോലെ ഇംഗ്ലീഷും സൈക്കോളജിക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. എന്നാൽ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം എപ്പോഴും ഒരേ പാറ്റേണിലാവില്ല പരീക്ഷ അല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സൈക്കോളജി കുറച്ച് ടഫാണെന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, സൈക്കോളജി കുറച്ച് ഈസി ആയിട്ട് ഇട്ടിട്ട് മറ്റ് സബ്ജക്റ്റുകൾ കുറച്ച് ടഫാകും. അതങ്ങനെ മാറി മാറി തന്നെയാണ്. അത് എല്ലാ പരീക്ഷകൾക്കും അങ്ങനെയാണ്. എല്ലാ ടോപ്പിക്കുകളും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും ഈസി ആകില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് സംഭവിക്കാം, നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാകാം. ഞാനത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇത് ഏതിൻ്റെ ചോദ്യമാണെന്നറിയോ നിങ്ങൾക്ക്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഇത് കഴിഞ്ഞ 22-ാം തീയതി നടന്ന ജൂൺ 22-ന് നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. എന്നാൽ നമുക്കിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ എക്കണോമിക്സിൽ വരുന്ന ഒരു ചോദ്യമാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഇത് എവിടെ വന്ന ചോദ്യമാണ്? കാറ്റഗറി 1. കാറ്റഗറി 1-ലുള്ളവർക്ക് EVS ആണ് പഠിക്കാനുള്ളത് അല്ലേ? EVS 30 മാർക്കും മാത്സും ആണുള്ളത്. എന്നാൽ EVS-ൽ കയറി വന്ന ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ ഈ ഒരു ചോദ്യം കുറച്ച് നിലവാരമുള്ള ചോദ്യം തന്നെയാണ്. കാരണം അവിടെ ചോദിക്കാറില്ല സാധാരണ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഞാൻ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ കാറ്റഗറി 1 പരീക്ഷകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് 2023 ഡിസംബറിലെയും 2024 ജൂണിലും നടന്ന പരീക്ഷകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 മാർക്ക് EVS നല്ല വ്യത്യാസമുണ്ട്. അവിടെ കറണ്ട് അഫെയർ കയറി ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യമാണെങ്കിൽ എക്കണോമിക്സ് ചോദിച്ചു. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും അല്ല ചോദിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്, ഒന്നില്ലെങ്കിൽ RBI എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ചോദ്യമാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആര്, അങ്ങനെയൊക്കെയുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്കറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസും കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. ലാഭം പരമാവധിയാക്കൽ, വില സ്ഥിരതയും പണപ്പെരുപ്പ നിയന്ത്രണവും, പ്രത്യേക ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ ഓപ്ഷനും കൂടി വായിക്കുമ്പോൾ നല്ല കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ K1 പരീക്ഷ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കേട്ടറ്റ് കാറ്റഗറി 1-ന്റെ പരീക്ഷ. അപ്പോൾ ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായിട്ട് കേട്ടറ്റ് EVS വന്ന കേട്ടറ്റ് 1 EVS-ൽ വന്ന ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്.
അതേപോലെ തന്നെ EVS ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗം. അവിടെ അതെ ഇപ്രാവശ്യം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് EVS ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് കേട്ടറ്റ് കാറ്റഗറി 1 EVS വളരെ ടഫായിട്ടും എന്നാൽ സോഷ്യൽ സയൻസ് സ്ഥിരമായി പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് നേരെ തിരിച്ച് സംഭവിക്കാം അല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ 2 പ്രാവശ്യം നോക്കിയപ്പോൾ എപ്പോഴും പ്രീവിയസ് ആണ്, എന്നാൽ പ്രീവിയസ് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയല്ല, ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കാം, കാറ്റഗറി 2 സോഷ്യൽ സയൻസ് കുറച്ചുകൂടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 2 ആണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. അത് ഒറ്റയടിക്ക് എല്ലാ പോർഷൻസിൻ്റെയും നിലവാരം കൂട്ടുകയല്ല ചെയ്യുന്നത്. ഗ്രാജുവലി ഓരോ സെക്ഷൻ്റെയും നിലവാരം കൂടിയാണ് വരുന്നത്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ നിലവാരത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതേപോലെ അടുത്ത സ്റ്റെപ്പുകളിലൊക്കെ ആയിട്ട് സോഷ്യൽ സയൻസിലേക്കൊക്കെ നിലവാരം മാറാൻ സാധ്യതയുണ്ട്. അത് കൂടുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്ഥിരമായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളിൽ നിന്നും മാറി എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതൊക്കെ കുറച്ചുകൂടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാഠപുസ്തകങ്ങളെ നല്ലോണം പഠിക്കുക എന്നുള്ളതാണ്. അവിടെ പാഠപുസ്തകത്തിൽ ജോഗ്രഫിയൊക്കെ നല്ലോണം പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാപ്പ് പോലെയുള്ള ടോപ്പിക്കൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലേ? അവിടെ തന്നെ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലെവലിൽ ചോദിക്കാം. നോർത്തിങ്സും ഈസ്റ്റിങ്സും ഒക്കെ വന്ന് ചോദിക്കാം. അതേപോലെ തന്നെ മാപ്പിൽ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ സമയം ക്രമീകരിക്കാനൊക്കെ, അതുപോലെ സമയം കണക്കാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഇനി വരുന്ന പരീക്ഷകൾ പാറ്റേൺ എന്തായാലും മാറും. കാരണം പാഠപുസ്തകത്തിൽ നല്ല മാറ്റമുണ്ട് അല്ലേ? 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് മറ്റ് ക്ലാസ്സുകളുടെ അല്ലേ 6, 8, 10 ക്ലാസ്സുകളുടെയൊക്കെ പാഠപുസ്തകം മാറും. അപ്പോൾ പഠന നിലവാരത്തിൽ നല്ല മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള എലിജിബിലിറ്റി പരീക്ഷകളുടെയും നിലവാരത്തിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലായ, ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഗ്രാജുവലി വരുന്ന മാറ്റങ്ങൾ. പക്ഷെ അത് കണ്ട് പേടിച്ച് ഈ ഒരു പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ BEdോ അല്ലെങ്കിൽ TTC പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സായത് എന്തിനാണ്? ഇതുപോലൊരു ടീച്ചർ ആകാൻ വേണ്ടിയിട്ടാണ്. ആ ടീച്ചർ ആകണമെങ്കിൽ എന്തായാലും ഏത് പാസ്സായിരിക്കണം? ഇതുപോലെയുള്ള കേട്ടറ്റോ സീറ്ററ്റോ സെറ്റോ അങ്ങനെയൊക്കെയുള്ള എലിജിബിലിറ്റി എക്സാമുകൾ നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കണം, വേണ്ടേ? അപ്പം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ എളുപ്പമല്ല. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1ഉം 2 സോഷ്യൽ സയൻസ്. കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, അതേപോലെ തന്നെ മലയാളം. ഇത്രയും സബ്ജക്റ്റുകൾക്ക് കാറ്റഗറി 3ലും 4ലാണെന്നുണ്ടെങ്കിൽ അറബി, സ്വിംഗ്, സാൻസ്ക്രിറ്റ്, ഹിന്ദി ഇത്രയും സബ്ജക്റ്റിലും നമ്മൾ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിൽ പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതിയെടുക്കണം. എന്നാലേ നിങ്ങളുടെ BEd കൊണ്ടോ DLEd കൊണ്ടോ ഉപകാരമുള്ളൂ. അപ്പോൾ ആദ്യമേ പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് കഴിഞ്ഞ പരീക്ഷയുടെ പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരാണ് എങ്കിൽ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നോക്കണം. ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ചിലർ കുറച്ചധികം സമയം പഠിക്കേണ്ടി വരും. പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് നോക്കിയാലൊന്നും നമുക്കിതെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച്
ടൈം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് പഠിക്കുന്നവരാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? മിനിമം ഒരു 10-12 മണിക്കൂറെങ്കിലും അവിടെ പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ? നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിച്ചെടുക്കണ്ടേ? അപ്പോൾ അതല്ല ഇനി വേണ്ടത്. ഇനി എന്തായാലും നമ്മുടെ കയ്യിൽ ഒക്ടോബറോട് കൂടി പുതിയ നോട്ടിഫിക്കേഷൻ വരും. അത്രയും വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. നിങ്ങൾ BEdോ അല്ലെങ്കിൽ DLEdോ അവസാന വർഷ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ടെറ്റ് പാസ്സാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അവസരങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വപ്ന ജോലിയായിട്ടുള്ള ഒരു അധ്യാപകരാകാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ടെറ്റ് എക്സാം ക്ലിയർ ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക. നിങ്ങളോടൊപ്പം ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടാകും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു കോഴ്സിനെ പറ്റി സജഷൻ കൊടുക്കുക. എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കേട്ടറ്റ് പരീക്ഷയും അതുപോലെ തന്നെ പുതിയ PSCയുടെ നോട്ടിഫിക്കേഷനൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്